ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എത്ര വരും? നമുക്കിപ്പം രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ എത്ര വരുന്നത്, പിന്നെ അങ്ങോട്ട് ആനുവലി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എത്ര രൂപയാണ് കോസ്റ്റ് വരുന്നത്? ഒരു പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ രജിസ്ട്രേഷൻ കോസ്റ്റിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ മിനിസ്ട്രിയുടെ അടുത്ത് നിന്ന് ഒരു കമ്പനി അല്ലെങ്കിൽ LLP, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് പോലെ നമ്മളൊരു രജിസ്റ്റേർഡ് അതോറിറ്റിയുടെ അടുത്തു നിന്ന് ഒരിക്കലും നമുക്കൊരു രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ മാക്സിമം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഈ ബിസിനസ് ചെയ്യുന്നത്, അത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ, ഇനിയിപ്പോൾ അതല്ല പഞ്ചായത്താണെങ്കിൽ അതുപോലുള്ള ലോക്കൽ അതോറിറ്റിയിൽ നിന്ന് നമ്മളൊരു ലൈസൻസ് എടുത്തിട്ടാണ് ഈ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് തുടങ്ങുന്നത്. അപ്പം അവിടെ അടയ്ക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ചെറിയ ഫീസുകൾ, അതിപ്പം കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് തലത്തിൽ അത് ഫീസും മാറി മാറി വരും. ആ ഫീസുകൾ മാത്രം നമ്മൾ അടച്ച് നമുക്ക് ഒരു പ്രൊപ്രൈറ്ററി കൺസേൺ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ടാക്സേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു ഇൻഡിവിജ്വൽ നെയിമിലാണ് നമ്മളിത് തുടങ്ങുന്നത്. അതുകൊണ്ട് ആ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ITR-ഉം ഈ സ്ഥാപനത്തിൻ്റെ ITR-ഉം ഇൻകം ടാക്സ് റിട്ടേണും രണ്ടും സെയിം ആയിരിക്കും. നമ്മളൊരു ബിസിനസ്സിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിപ്പം ഒരു പ്രൊപ്രൈറ്റർ ആണെങ്കിലും പാർട്ണർഷിപ്പ് ആണെങ്കിലും കമ്പനി ആണെങ്കിലും അത് എന്ത് ടൈപ്പ് ഓഫ് എൻറ്റിറ്റി ആയിക്കോട്ടെ, ഇതെല്ലാം പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒന്ന് GST രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ GST നമുക്ക് ആപ്ലിക്കബിൾ ആകും ആ ലിമിറ്റ് കഴിഞ്ഞാൽ. പിന്നെ ഇപ്പം എംപ്ലോയീസിൻ്റെ അക്കൗണ്ട് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ESI റിട്ടേൺസ് വേണം, അല്ലെങ്കിൽ PF റിട്ടേൺസ് വേണം. ഇതുപോലെ ഇങ്ങനെയുള്ള കംപ്ലയൻസുകൾക്ക് നമുക്ക് ആ ടൈപ്പ് ഓഫ് എൻറ്റിറ്റി എന്ന് പറയുന്നതിനൊരു പ്രസക്തിയേ ഇല്ല. അവിടെ എന്ത് ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസിനും ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊപ്രൈറ്ററിൻ്റെ മാത്രം മെയിൻ്റനൻസ് കോസ്റ്റിനെ നമുക്ക് വിലയിരുത്താൻ പറ്റുകയില്ല. കാരണം ആ ബിസിനസ്സിന് എന്തൊക്കെയാണോ ആപ്ലിക്കബിലിറ്റി വരുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നത്. പിന്നെ ഒരു ആനുവൽ കോസ്റ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ആ പ്രൊപ്രൈറ്ററിൻ്റെ ഇൻഡിവിജ്വൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതോടൊപ്പം തന്നെയായിരിക്കും ഈ സ്ഥാപനത്തിൻ്റെയും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അതിപ്പം ഓഡിറ്റിൻ്റെ പർവിൽ വരുന്ന കേസാണെങ്കിൽ ഓഡിറ്റ് ചെയ്ത് ഫയൽ ചെയ്യണം. ഇനിയിപ്പോൾ ഓഡിറ്റ് ഇല്ലാത്ത കേസാണെങ്കിൽ അദ്ദേഹത്തിന് ഓഡിറ്റ് ഇല്ലാതെ തന്നെ ആ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം. സ്ഥാപനത്തിനായിട്ട് സെപ്പറേറ്റ് ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. അതെ, ഇപ്പം ട്രേഡ് നെയിമിൽ നമ്മൾ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്തു എന്ന് നോക്കുക. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് പേഴ്സണൽ സേവിങ്സ് അക്കൗണ്ടും 2-3 എണ്ണം കാണും. ഇതെല്ലാം കൂടെ നമ്മൾ ക്ലബ് ചെയ്തിട്ടാണ് ആ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ഇനിയിപ്പം ഒരു പ്രൊപ്രൈറ്റർക്ക് തന്നെ ഒന്നിൽ കൂടുതൽ പ്രൊപ്രൈറ്റർഷിപ്പ് സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഒരാൾക്കൊരു 3 ടൈപ്പ് ഓഫ് ബിസിനസ് ഉണ്ടെന്ന് നോക്കാം, എല്ലാം പ്രൊപ്രൈറ്ററി തന്നെ. അപ്പം നമ്മൾ ഈ ഇൻകം ടാക്സിലേക്ക് വരുമ്പോൾ ഈ 3 ബിസിനസ്സിൻ്റെയും സെപ്പറേറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കാര്യങ്ങളും നമ്മൾ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഈ ഒരു ഒറ്റ പാനലായിരിക്കും നമ്മൾ ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്.